ഡീപ് സീയിലേക്ക് ഓരോ ബോട്ടുകൾ പണിക്ക് പോകാൻ നേരത്ത് അത് 30-32 ദിവസം കിടക്കുമ്പോൾ ഇതിന്റെ ചെലവ് എത്ര വരും എന്നുള്ളത് പലരുടെയും ഒരു സംശയമാണ്. അത് എത്ര വരുമെന്ന് നമുക്കൊന്ന് നോക്കിയാൽ ഒരു ഗിൽനെറ്റ് ബോട്ട് 32 ദിവസത്തോളം കടലിൽ കിടക്കുമ്പോൾ അതിന് തന്നെ ചെലവാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ ഒരു ഡൈഹാർഡ് ഫാനിനും അതുപോലെ ഇഷ്ടം പോലെ പേർക്കുള്ള ഡൗട്ടാണ് ഈ ഒരു ഡൗട്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഐസാണ് ബോട്ടിൽ കയറ്റുന്നത്. ഐസ് ഏകദേശം 1000 ബ്ലോക്കോളം ഈ 32 ദിവസം പോണ ബോട്ടിൽ കയറ്റുന്നുണ്ട്. അതായത് ഏകദേശം 1 ലക്ഷം രൂപക്ക് മുകളിൽ ഐസ് ഉണ്ടാവും നമ്മുടെ ബോട്ടിൽ. അതുകൂടാണ്ട് റേഷൻ ഉണ്ടാവും 10-70,000 രൂപക്ക്. 70-75 രൂപയുടെ റേഷൻ മാത്രം നമുക്ക് വേണം ഈ ഒരു മാസം കിടക്കാൻ നേരത്ത്. പിന്നെ മെയിനായിട്ട് വന്നത് ഡീസലാണ്. 5000 ലിറ്ററോളം ഡീസൽ നമ്മൾ ഒരു മാസം കടലിൽ പോണേന് നമ്മൾ ഈ ഫിഷിംഗ് ബോട്ടുകൾക്ക് ആവട്ടെ. ഇത് ട്രോളിംഗ് ബോട്ടല്ല, അതായത് വല വലിച്ചുകൊണ്ടുപോണ ബോട്ടല്ല. അങ്ങനത്തെ ബോട്ടുകളിലാണ് ഡീസൽ ഒരുപാട് കത്തുന്നത്. ഇതിൽ ഓട്ടം മാത്രം ഒരിക്കലും മെയിൻ ആയിട്ട് ഉണ്ടാവണേട്ടാ. ഇന്ത്യൻ ബോർഡറിന്റെ ഉള്ളിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഗിൽനെറ്റ് ബോട്ടുകൾക്ക് പോയിട്ട് പണിയെടുക്കാട്ടെ. നോക്കി ഫയർഫോഴ്സുകാർ വെള്ളമടിച്ച് റെസ്ക്യൂ ചെയ്യണ പോലില്ലേ, നമ്മുടെ സ്റ്റോർ റൂമിന്റെ ഉള്ളിൽ ഐസ് നിറച്ചുകൊണ്ടിരിക്കണേണ് ഈ കാണുന്ന 14 അറയോളം ഉണ്ട് കേട്ടോ. അതിനകത്ത് ഒരറ വിട്ടിട്ട് ബാക്കി എല്ലാത്തിലും നിറച്ചും ഐസായിരിക്കും ഉണ്ടാകും. 32 ദിവസം ഇവരുടെ ഒപ്പം പോയപ്പോൾ ഞാൻ കിടന്നാണ്ട മീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഐസ് തീരണ വരെയും ഇവർ കടലേക്ക് കിടക്കോട്ടെ. ഇത് കണ്ട ഐസ് അടിച്ച് നിറച്ച് വെച്ചേക്കാണ്. ബോട്ടിന്റെ സ്റ്റോർ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഫ് ചെയ്ത് ഫുള്ള് എയർ ടൈറ്റിൽ കയറിക്കോളുടെ. പെട്ടെന്നൊന്നും ഐസ് അങ്ങനെ മെൽറ്റ് ആവത്തില്ല, മീനും ചീത്താവില്ല. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കടലിലേക്ക് പുറപ്പെടാനിരിക്കുന്ന ബോട്ടാണ്ട് ഈ കാണുന്നത്.